3 വർഷത്തിനു മുമ്പ് ഇഖാമ പുതുക്കാനായി സ്പോൺസറെ സമീപിച്ചപ്പോഴാണ് തന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസുകളെക്കുറിച്ച് ഇയാൾ അറിയുന്നത്. 6 വർഷത്തിനു മുമ്പ് സൗദിയിൽ വന്നപ്പോൾ ഒരു ജോലി തരപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതൊഴിച്ചാൽ ജമാൽ സൗദിയിൽ വാഹനമോടിച്ചിട്ടേയില്ല. 16 മണിക്കൂറിലധികം നീളുന്ന ജോലിക്കിടയിൽ ഒരിക്കൽ പോലും റിയാദിൽ പോയിട്ടുമില്ല. ഞാൻ 6 വർഷത്തോളം സൗദി അറേബ്യയിൽ വന്നിട്ട് വന്ന അവസരത്തിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലി ആവശ്യാർത്ഥം ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ബൂഫിയലായിരുന്നു ജോലി. ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. പക്ഷേ വണ്ടി ഓടിക്കാത്ത എൻ്റെ പേരിൽ റിയാദ് പോലീസ് 22ഓളം കേസുകളുണ്ടായിരുന്നു. അത് ആര് ചെയ്തെന്നോ എന്തോ ആരതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചോ ഒന്നും അറിയില്ല. 3 വർഷത്തോളം വളരെ പ്രയാസപ്പെട്ടു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ എല്ലാം ഒഴിവായി. റിയാദ് നഗരത്തിലെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് മനാഫ് പിഴ അടക്കണമെന്ന് ട്രാഫിക് വകുപ്പ് നിർദ്ദേശിച്ചത്. കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോഴേക്കും ജമാലിന് ഇഖാമയും ജോലിയുമില്ലാതെ നഷ്ടമായത് 3 വർഷത്തിലധികമാണ്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിലായിരുന്ന സമയത്താണ് ജമാലിന്റെ പേരിലുള്ള ഒരാൾ പോലീസ് പിടിയിലായത്. ജയിലിലുള്ളത് ജമാലാണെന്ന് പോലീസ് സ്പോൺസറെ അറിയിക്കുകയും ചെയ്തു. അന്ന് സ്പോൺസർ റിയാദിലെത്തി ജമാൽ നാട്ടിലാണെന്ന രേഖകൾ പോലീസിന് കൈമാറി. ആരാണ് തന്നെ ഇത്തരത്തിൽ കെണിയിലാക്കുന്നതെന്ന് ജമാലിനറിയില്ല. ഏതായാലും കേസുകളിൽ നിന്നും പിഴ അടക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് ജമാൽ. നിയമത്തിന്റെ നൂലാമാലകൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണെന്ന് തെളിയിക്കുന്നതാണ് ജമാലിന്റെ കഴിഞ്ഞുപോയ ജീവിതം. മീഡിയ 1 ടിവിക്ക് വേണ്ടി ദമാമിൽ നിന്ന് ക്യാമറ പേഴ്സൺ KM റഷീദിനോടൊപ്പം സാജിദ് ആറാട്ടുപുഴ.